two lined equations a1x plus b1y plus c1 equal to 0. ഇതൊരു ഇക്വേഷൻ, ഒരു ലൈനിന്റെ ഇക്വേഷൻ, ഒരു ലീനിയർ ഇക്വേഷൻ. a2x plus b2y plus c2 equal to 0. ഇത് അടുത്ത ഒരു ലീനിയർ ഇക്വേഷൻ, അതായത് ഇത് ഓരോ ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ 3 ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഫസ്റ്റ് വൺ എന്താ? എക്സാക്ട്ലി വൺ സൊല്യൂഷൻ. എക്സാക്ട്ലി വൺ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നതാണ്. അപ്പൊ എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ആവുമ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ഈ ലീനിയർ ഇക്വേഷൻസ് രണ്ടെണ്ണം തന്നാൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് എക്സാക്ട്ലി വൺ സൊല്യൂഷൻ ആണോ, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ, അല്ലെ നോ സൊല്യൂഷൻ ആണോ എന്നൊക്കെ. അതിനുള്ള കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2. ഈ റേഷ്യോ ഈക്വൽ ആവരുതെന്ന്. a1/a2 ഈസ് നോട്ട് ഈക്വൽ ടു b1/b2. ഈ റേഷ്യോ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അത് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആവും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്താ നമ്മൾ പറഞ്ഞത്? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷന് എന്താ കണ്ടീഷൻ എന്ന് വെച്ചാല് അതെന്ന് പറയുന്നത് എന്താ? കോഇൻസിഡന്റ് ലൈൻസ് ആണ്. അപ്പോ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷന്റെ കണ്ടീഷൻ എന്താന്ന് വെച്ചാല് a1/a2 ഈക്വൽ ടു b1/b2 ഈസ് ഈക്വൽ ടു c1/c2. ഇതാ ഇങ്ങനെ ഈ റേഷ്യോ a1/a2 റേഷ്യോ b1/b2 ഈക്വൽ ടു c1/c2 ആണെങ്കിൽ എന്താണ്? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? നോ സൊല്യൂഷൻ. ദിസ് മീൻസ് പാരലൽ ലൈൻസ് ആവുന്നു. അപ്പൊ നമ്മൾ തരുന്ന രണ്ട് ഇക്വേഷന്റെ റേഷ്യോ ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അത് പാരലൽ ലൈൻസ് ആണോ, ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണോ, കോയിൻസിഡന്റ് ലൈൻസ് ആണോ ഒക്കെ നമുക്ക് ആ റേഷ്യോ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോ നോ സൊല്യൂഷന്റെ എന്താണ്? a1/a2 is equal to b1/b2 ബട്ട് നോട്ട് ഈക്വൽ ടു c1/c2. ഇതാണ് നോ സൊല്യൂഷന്റെ കണ്ടീഷൻ. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള എക്സസൈസ് നമ്പർ 3.2 നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തേർഡ് വൺ നമുക്ക് നോക്കാം. അതെന്താ പറഞ്ഞുള്ളത്? 6x minus 3y plus 10 equal to 0, 2x minus y plus 9 equal to 0. ഇവിടെ എന്താണ്? a1 എന്ന് പറയുന്നത് എന്താ? 6, b1 എന്ന് പറയുന്നത് എന്താ? -3. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ ഇക്വേഷൻ എന്താ പറഞ്ഞുള്ളത്? പ്ലസ് b1 ആണ്. അപ്പൊ ഈ ഇക്വേഷനെ സത്യം പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? 6x plus -3y plus 10 equal to 0, 2x plus -1y, 1 ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പ്ലസ് ഒന്നും എഴുതിയില്ലെങ്കിൽ 1 എന്നാണ് മീനിങ്, ഈക്വൽ ടു 0. അപ്പൊ ഈ ഇക്വേഷനിൽ എന്താണ്? a എന്ന് പറയുന്നത് 6 ആണ്, b1 എന്ന് പറയുന്നത് -3 ആണ്, c1 എന്ന് പറയുന്നത് 10 ആണ്. ഇനി a2 എന്ന് പറയുന്നത് എന്താണ്? 2, b2 എന്ന് പറയുന്നത് -1, c2 പറയുന്നത് 9. അപ്പൊ നമുക്ക് a1/a2 കാണാം. 6/2 which is equal to 3/1. ഇനി b1/b2 കണ്ടു നോക്കാം. -3/-1 which is equal to 3/1. നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആയി. ഇനി നെക്സ്റ്റ് വൺ c1/c2 which is equal to 10/9 which is not
ഇവിടെ എന്താ a1/a2 എന്ന് പറയുന്നത് b1/b2 a1/a2 ഈക്വൽ ടു b1/b2 which is equal to 3/1 ആണ്. a1/a2 എന്ന് പറയുന്നത് b1/b2 ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതെന്ന് പറയുന്നത് 3/1 ആണ്. പക്ഷെ c1/c2 എന്ന് പറയുന്നത് എന്താ 10/9 ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? a1/a2 is equal to b1/b2 but not equal to c1/c2. ഈ കണ്ടീഷൻ നമ്മൾ എവിടെ പറഞ്ഞത്? a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2. ഇതെന്ന് പറയുന്നത് എന്താ? പാരലൽ ലൈൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ തന്നുള്ള ഈ 3.2 എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തേർഡ് വണ്ണിൽ എന്താണ്? ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. അതിന് നോ സൊല്യൂഷൻ ആണ്. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ളത് നമ്മൾ ഈ റേഷ്യോ കമ്പയർ ചെയ്ത് പാരലൽ ആണോ കോയിൻസിഡന്റ് ആണോ അല്ലെങ്കിൽ ഇന്റർസെക്റ്റിംഗ് അറ്റ് വൺ പോയിന്റ് ആണോ എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത്. അപ്പൊ നമ്മൾ ഇത് പാരലൽ ലൈൻസ് ആണെന്ന് എഴുതണം. ദീസ് പെയർ ഓഫ് ഇക്വേഷൻസ് റെപ്രസെന്റ് എന്താണ്? പാരലൽ ലൈൻസ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് പാരലൽ ലൈൻസിനെയാണ്. ഇനി 3.2 തന്നെ തേർഡ് വണ്ണിലെ തേർഡ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. അതിൽ ഏതൊക്കെയാണ് ഇക്വേഷൻസ്? 3/2x പ്ലസ് 5/3y ഈക്വൽ ടു 7 ആൻഡ് 9x മൈനസ് 10y ഈക്വൽ ടു 14. ആദ്യം നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. 2ഉം 3ഉം ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ 6 ആയിട്ട് ഇതിന്റെ LCM ആയ 6 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് 6 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ 3/2x into 6 plus 5/3y into 6 equal to 7 into 6. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടുവിന്റെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ 3/2 into 6 എന്ന് പറയുമ്പോൾ ഇത് 3 ടൈംസ് 6ല് 2 ടൈംസ്. അപ്പോ 3 into 3 9x plus 5 into 2 10y equal to 7 into 6 42. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താ? 9x മൈനസ് 10y ഈക്വൽ ടു 14 എന്നുള്ളതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിന്റെ റേഷ്യോ കാണാം. ഇവിടെ a1/a2 എന്ന് പറയുന്നത് എന്താ? 9/, സെക്കൻഡ് ഇക്വേഷൻ 9/9 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1/1. b1/b2 എന്ന് പറയുന്നത് എന്താണ്? 10/-10. മൈനസ് എപ്പോഴും മറക്കരുത്. നമ്മൾ ഇത് ശരിക്ക് പ്ലസ് മൈനസ് ആണ് ഉദ്ദേശിക്കുന്നത്. which is equal to 1/-1. ഇനി c1/c2 is equal to 42/14, which is equal to 7 2 times 6 times 3, which is equal to 3/1. here എന്താണ്? ഇവിടെ എന്താ? a1/a2 എന്ന് പറയുന്നത് നമുക്ക് 1 ആ കിട്ടിയത്. ഇവിടെ എന്താ? -1 ആണ്. b1/b2 എന്ന് പറഞ്ഞാൽ -1 ആ കിട്ടിയത്. ഇവിടെ c1/c2 എന്ന് പറഞ്ഞാൽ എന്താ? 3 ആ കിട്ടിയത്. അപ്പോ a1/a2 is not equal to b1/b2. ആക്ച്വലി നമുക്ക് ഇത് രണ്ട് ഈക്വൽ അല്ലാന്ന് കണ്ടാ പിന്നെ തേർഡ് വൺ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെന്താ? ഇതെന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ തേർഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചുള്ളത് പാരലൽ ആണോ അങ്ങനെയല്ല ചോദിച്ചുള്ളത്, കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്നാണ് ചോദിച്ചുള്ളത്. അപ്പൊ ഇതെന്താ? ഇത് കൺസിസ്റ്റന്റ് ആണ്. കൺസിസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയണം. രണ്ട് ടൈപ്പ് ഉണ്ട് കൺസിസ്റ്റന്റ്. ഒന്ന് എക്സാക്ട്ലി വൺ സൊല്യൂഷനും ഒന്ന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അപ്പൊ ഇത് കൺസിസ്റ്റന്റ് വിത്ത് എക്സാക്ട്ലി എന്താണ്? വൺ സൊല്യൂഷൻ. ഇനിയിപ്പോ
ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആണെന്ന് കിട്ടിയാൽ കൺസിസ്റ്റന്റ് വിത്ത് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ അങ്ങനെ എഴുതണം. ഇത് മൂന്നും റേഷ്യോ ഈക്വൽ ആണെങ്കിലാണ് അങ്ങനെ വരിക. ഫോർത്ത് വൺ എന്താ എക്സസൈസിൽ പറഞ്ഞുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഇത് കൺസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്കലി അതിന്റെ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഗാർഡൻ whose length is 4 meter more than its width is 36 meter. Find the dimension of the garden. അപ്പോ ഒരു റെക്ടാങ്കുലർ ഗാർഡൻ ഉള്ളത്. അപ്പൊ നമ്മൾ എല്ലും ബിയും ലെങ്ത്തും ബ്രെഡ്ത്തും എടുക്കാം. ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റുള്ള അളവിനെയാണ് പറയാ പെരിമീറ്റർ. അതായത് എൽ പ്ലസ് ബി പ്ലസ് ഇവിടെ എന്താ എല് ബി എൽ പ്ലസ് ബി, അതായത് 2 into എൽ പ്ലസ് ബി ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യാ? എന്താ പറഞ്ഞുള്ളത്? ഹാഫ് ഓഫ് പെരിമീറ്റർ. ഹാഫ് ഓഫ് പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താ? എൽ പ്ലസ് ബി ആവും. 2 times എൽ പ്ലസ് ബി ആണ് പെരിമീറ്റർ. അപ്പൊ ഹാഫ് ഓഫ് പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താവും? എൽ പ്ലസ് ബി. എൽ പ്ലസ് ബി എന്ന് പറയുന്നത് നമ്മളിവിടെ ലെങ്ത് ആണ് എൽ എടുത്തുള്ളത്, ബ്രെഡ്ത്ത് ആണ് ബി എടുത്തിട്ടുള്ളത്. അപ്പൊ ഹാഫ് ഓഫ് പെരിമീറ്റർ എന്ന് പറയുന്നത് എൽ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ പറഞ്ഞുള്ളത്? 36 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് വേറെ എന്താ പറഞ്ഞുള്ളത്? whose length is 4 meter more than its width. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്ത് എത്ര? നമ്മൾ ബി ആണ് വിഡ്ത്ത് എടുത്തുള്ളത്. ഇവിടെ വിഡ്ത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ബ്രെഡ്ത്ത് എന്നല്ല. അപ്പോ ബീനെക്കാട്ടിയും 4 more ആണ് ലെങ്ത്. അതായത് വിഡ്ത്തിന്റെ കൂടെ 4 meter ആഡ് ചെയ്താലാണ് നമുക്ക് ലെങ്ത് കിട്ടാന്നാണ് പറഞ്ഞുള്ളത്. അപ്പൊ ഇതിന് നമ്മൾ ബിയും എല്ലും എപ്പോഴും വേരിയബിൾസ് എപ്പോഴും ഒന്നിച്ച് വെക്കണം. അപ്പോ എൽ മൈനസ് ബി, അതായത് ഈ ബീനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ മൈനസ് ആവും. ഇവിടെ പ്ലസ് ബി ആണ്, അത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അപ്പൊ എൽ മൈനസ് ബി ഈക്വൽ ടു 4. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. എപ്പോഴും ഇക്വേഷൻ നമ്പർ ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോ എൽ പ്ലസ് ബി ഈക്വൽ ടു 36, എൽ മൈനസ് ബി ഈക്വൽ ടു 4. ഇപ്പൊ എക്സാമിന് നമ്മളോട് ഇത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇനി ഈ ലെസണിൽ ഫ്രണ്ടിൽ പഠിക്കാൻ പോകുന്ന സാധനങ്ങളുണ്ട്. എലിമിനേഷൻ മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, അതിൽ ഏതെങ്കിലുമൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ മെത്തേഡ് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഗ്രാഫിക്കലി തന്നെ ചെയ്യാം. എൽ പ്ലസ് ബി ഈക്വൽ ടു 36. ഇതിൽ നിന്ന് നമുക്ക് എല്ലിന്റെയും ബിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം. നമ്മളിപ്പോ ഇത് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണോ നോ സൊല്യൂഷൻ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുക ഇതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ, കൺസിസ്റ്റന്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പിന്നെ ചെയ്താൽ മതി. നോ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ വാല്യൂസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് A1/A2 എന്ന് പറയുന്നത് 1 ആണ്, B1/B2 എന്ന് പറയുന്നത് -1 ആണ് വരിക. അപ്പോൾ എന്തായാലും രണ്ടും ഈക്വൽ അല്ല. A1/A2 ഈസ് നോട്ട് ഈക്വൽ ടു B1/B2. സോ നമുക്കിത് ഫോർവേഡ് ചെയ്യാം, അതായത് നമുക്കിത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലും ബിയും കണ്ടുപിടിക്കാണ്. എല്ലിന് നമ്മൾ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലെറ്റ് എൽ ഈക്വൽ ടു 30 ഇട്ട് കൊടുക്കുക. അപ്പൊ ബിന്റെ വാല്യൂ എന്താവും? 6 ആവും. 20 ഇട്ട് കൊടുത്താല് ബിന്റെ വാല്യൂ 16 ആവും. അതായത് ഇതിന്റെ സമ്മ് 36 ആവണം. അത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എടുക്കാം. ഇത് ഫസ്റ്റ് ഇക്വേഷന്റേതാണ്. ഇനി അടുത്ത ഇക്വേഷൻ എന്താ? എൽ മൈനസ് ബി ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് എല്ലിന് 5 ഇട്ട് കൊടുക്കാം. അപ്പൊ ബി എന്താവും? ബി വിൽ ബി ഈക്വൽ ടു 5 - 4, അതായത്
1 ആവും. അപ്പൊ L 5 ആവുമ്പോ B 1 ആവും. ഇനി L-ന് 0 ഇട്ട് കൊടുക്കാം. when L equal to 0 എന്താണ്? 0 minus B equal to 4. അതായത് മൈനസ് B equal to 4 which implies B equal to minus 4. അപ്പോ L 0 ഇട്ടാല് B എന്താവും? മൈനസ് 4 ആവും. ഇനി നമുക്ക് L-ന് Bക്ക് 0 ഇട്ട് കൊടുക്കാം. B equal to 0. B equal to 0 ഇട്ടാ എന്താ? L minus 0 equal to 4. Then L will be equal to 4. അപ്പൊ B 0 ആവുമ്പോ L-ന്റെ വാല്യൂ 4 ആണ്. 2 ലൈൻ വരക്കാനുള്ള പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങൾ ഗ്രാഫ് വരക്കുക. ആ ഗ്രാഫ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മളെ സൊല്യൂഷൻ. അതായത് L-ന്റെയും B-ന്റെയും വാല്യൂസ്. പിന്നെ ഇത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിലിപ്പോ നമുക്ക് 30യും 20യും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് സ്കെയില് വ്യത്യാസപ്പെടുത്താം. അപ്പൊ നമ്മൾ സ്കെയില് കുറച്ച് കൂട്ടിയെടുക്കുക. അതായത് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 4 ആക്കിയിട്ടൊക്കെ എടുക്കുക. അപ്പൊ 4, 8, 12, 16 അതുപോലെ തന്നെ ഇങ്ങോട്ടും എടുക്കുക. 4, 8, 12, 16 അങ്ങനെ എടുക്കുക. 1, 2, 3 എന്ന് എടുക്കാതെ ഇങ്ങനെ കുറച്ച് വലിയ ഡിവിഷൻ എടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ 10 ഡിവിഷൻസ് ആണ് ഇവിടെ 4 വരുന്നത്. ഈ കിട്ടുന്ന വാല്യൂസിനനുസരിച്ച് എപ്പോഴും സ്കെയിൽ കൂട്ടിയും കുറച്ചും എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ ജസ്റ്റ് ഇതിലൊന്നും റഫായിട്ട് മാർക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ശരിക്കുള്ള ഗ്രാഫില് മാർക്ക് ചെയ്യാം. അപ്പോ ഇവിടെ എന്താന്ന് വെച്ചാല് 10 ഡിവിഷൻസ് ആണ് നമ്മൾ 4 ആയിട്ട് എടുത്തത്. അപ്പോ 5 ഡിവിഷൻസ് 2 ആവും. അപ്പൊ നമ്മൾ 5 മാർക്ക് ചെയ്യുക എവിടെയാണ്? ഇത് 6 ആണ്. ഈ 4ന്റെ 8ന്റെ ഇടക്കുള്ളത് 6 ആണ്. അപ്പോ ഈ 4ന്റെ 6ന്റെ നടുക്കായിട്ട് നമ്മൾ ഈ 5 മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓരോന്നും നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത അല്ലാത്ത നമ്പർ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. എന്നാലാണ് ഗ്രാഫിക്കലി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഇതിന്റെ ആൻസർ എന്താ വരുന്നതെന്ന് വെച്ചാല് L equal to 20, B equal to 16 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. അതായത് നമ്മൾ ഈ ലൈൻ വരക്കുമ്പോൾ 20 ഇവിടെ ഒക്കെ ആയിട്ട് വരും. 20യും 16ഉം ഈ പോയിന്റിലാവും ഏകദേശം മീറ്റ് ചെയ്യുക. ഞാനിത് റഫായിട്ടാണ് പറയുന്നത്. ഇവിടെ കറക്റ്റ് ആയിട്ടൊന്നല്ല മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും ചെയ്തു. ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു ഓൾജിബ്രായിക് മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്ത് തരുന്നുണ്ട്. അതിന്റെ മുമ്പ് ഇതിലെ 6th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അത് കുറച്ചൊരു ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതൊന്ന് നോക്കാം. 6th ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ചാല് നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2x plus 3y minus 8 equal to 0 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷന് ഇന്റർസെക്റ്റിംഗ് ആയിട്ട് വരുന്ന തരത്തിലുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കണം. പാരലൽ ആയിട്ട് വരുന്ന തരത്തിൽ വരുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. ഓൾസോ കോയിൻസിഡന്റ് ലൈൻ ആയിട്ട് വരുന്നതും ഉണ്ടാക്കണം. അപ്പോ ഫസ്റ്റ് വൺ എന്താ? ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞുള്ളത്? A1 by A2 നോട്ട് ഈക്വൽ ടു B1 by B2 ആണെങ്കിൽ എന്താണ്? ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആവും. അപ്പൊ നമ്മൾ ഇവിടെ A1 എന്താ? 2 by A എന്ന് എടുക്കാം. കാരണം ഇവിടെ 1ഉം 2 ഇടേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു വേരിയബിൾ അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് A എന്ന് എടുക്കാം. 2 by A നോട്ട് ഈക്വൽ ടു 3 by B. അതായത് ഈ റേഷ്യോ ഈക്വൽ ആവാൻ പാടില്ല എന്നാണ് പറഞ്ഞുള്ളത്. അതായത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റാൻഡം ആയിട്ട് നമ്പേഴ്സ് ചൂസ് ചെയ്യാം. ഇവിടെ 4ഉം 5ഉം എടുക്കാം. അപ്പോ നമുക്ക് A4 ആയിട്ട് എടുത്താല് 2 by 4 ഇസ് നോട്ട് ഈക്വൽ ടു 3 by 5. 2 by 4 എന്ന് പറയുന്നത്
ഇത് മാത്രം കേട്ടോ ഞാൻ പറയുന്നത് 1/2 ആണ്. അപ്പോൾ a ഈക്വൽ ടു നമുക്ക് 4 എടുക്കാം, b ഈക്വൽ ടു 5 എടുക്കാം. അങ്ങനെ വരുന്ന റാൻഡം ആയിട്ട് ഏത് നമ്പർ ചൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്താലും കറക്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവരും, എനെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്താ 2/3 ഈസ് നോട്ട് ഈക്വൽ ടു a/b ആവണം. അതായത് a/bന്റെ റേഷ്യോ 2/3 ആവരുത്. 2/3 ആവാത്ത ഏത് റേഷ്യോ ആവാം. അതായത് നമുക്ക് എനെ 1/3 എടുക്കാം, 4/3 എടുക്കാം. ഇനി 3 തന്നെ വേണമെന്നില്ല, 6/7 എടുക്കാം. അതായത് a1ഉം b3 എടുക്കാം, a4ഉം b3 എടുക്കാം, a6ഉം b7 എടുക്കാം. അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് എടുത്താലും എന്താണ് ഈ ലൈനോട് ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള ലൈനാവും. അപ്പൊ നമ്മൾ എന്തെന്ന് ആൻസർ എഴുതാം. പിന്നെ ഇവിടെ നമ്മൾ ഈ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് നമ്പർ എഴുതിയാലും അത് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആവും. ഈ റേഷ്യോ നോട്ട് ഈക്വൽ ആയിട്ട് വരുന്ന ഏത് ലൈൻ എഴുതിയാലും അത് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആവും. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതാണ് എടുക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 4x പ്ലസ് 5y മൈനസ് 8 ഈക്വൽ ടു 0 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇനി 4x പ്ലസ് 5y പ്ലസ് 7 ഈക്വൽ ടു 0 എന്ത് വാല്യൂ എഴുതിയാലും നമുക്കിത് ഈ ഒരു ലൈനിന്റെ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടി കിട്ടുന്നത് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആവും. സെക്കൻഡ് നമ്മളോട് എന്താ പറഞ്ഞുള്ളത്? പാരലൽ ലൈൻ. അതായത് 2x പ്ലസ് 3y മൈനസ് 8 ഈക്വൽ ടു 0നോട് പാരലൽ ആയിട്ടുള്ള ഒരു ലൈന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞുള്ളത്. പാരലൽ ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? a1/a2 is equal to b1/b2 which is not equal to c1/c2. 2/a2 is equal to 3/b2 but not equal to minus 8/c2. അപ്പൊ നമുക്ക് ആദ്യം ഈ പോർഷൻ എടുക്കാം. 2/a2 ഈക്വൽ ടു 3/b2 ആവണം. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്? ഇതിനെ നേരത്തെ ചെയ്ത പോലെ ഒന്ന് നമുക്ക് ക്രോസ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. 2/3 is equal to a2/b2. ഇനി നമുക്ക് ഇതിന് വേറെ എങ്ങനെ രീതിയിൽ എഴുതാൻ പറ്റും? ഒന്നില്ലെങ്കിൽ a2ഉം b2ഉം 2ഉം 3 ആയിട്ട് തന്നെ എടുക്കാം. അല്ലെങ്കിൽ എന്താ 4ഉം 6ഉം ആയിട്ട് എടുക്കാം. അതായത് ഇതിന്റെ മൾട്ടിപ്പിൾസ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 12/18 എടുക്കാം. അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞുള്ളത്? ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു -8/c2 ആണെന്നാണ് പറഞ്ഞുള്ളത്. അപ്പോ ആക്ച്വലി നമുക്കിത് ഈക്വൽ ആവാത്ത ഏത് നമ്പേഴ്സ് വേണമെങ്കിലും എടുക്കാം. റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് C2ന് ഒരു 4 ഇട്ട് കൊടുക്കാം. അപ്പൊ C2ന് 4 ഇട്ടാൽ എന്താവും? 2/a2 ഈക്വൽ ടു 3/b2 നോട്ട് ഈക്വൽ ടു -8 നമ്മൾ 4 ഇട്ട് കൊടുത്താല് ഈ ഭാഗമാണ് ചെയ്യുന്നത്. 4 ഇട്ട് കൊടുത്താൽ -2/1. അതെന്തായാലും ഈ റേഷ്യോനോട് ഈക്വൽ അല്ല, കാരണം ഇവിടെ ഒരു മൈനസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 2ഉം 3ഉം ഇട്ട് കൊടുക്കാം. തൽക്കാലം നമുക്ക് ഈ വാല്യൂ എടുക്കാം. 2ഉം 3ഉം a2നും a2 ഈക്വൽ ടു 2, b2 ഈക്വൽ ടു 3. അപ്പൊ നമുക്ക് ഈ വേരിയബിള് വ്യത്യാസമാക്കിയിട്ട് വേരിയബിളിന്റെ റേഷ്യോ ആണ് ഈക്വൽ ആവാൻ പാടില്ലാത്തത്.
അപ്പൊ നമ്മളോട് ജസ്റ്റ് ഒരു ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഏത് വേരിയബിൾസ് വേണമെങ്കിലും എടുക്കാന്നുള്ളത് പറഞ്ഞു തന്നത്. നമ്മൾ ജസ്റ്റ് ഇത് ഈക്വൽ ആവണം, ഈ രണ്ട് ഇത് ഈക്വൽ ആവണമെങ്കിൽ എന്താ 2/2 എടുക്കുക, 3/3 എടുക്കുക. അതായത് A2 എന്ന് പറയുന്നത് 2ഉം B2 എന്ന് പറയുന്നത് 3 എടുക്കാം. അപ്പോൾ A2ഉം B2ഉം നമ്മൾ എടുത്തു, A2 2ഉം B2 3 എടുത്തു. ഇനി എന്താ C2 എന്താ, നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത വാല്യൂ എന്താണ് 4 എന്ന് എടുക്കാം. അപ്പൊ പുതിയ 2x + 3y - 8 = 0ന്റെ പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്താവും? 2x + 3y + 4 = 0. ഈ രണ്ട് ലൈൻസ് എന്താവും? പാരലൽ ലൈൻസ് ആവും. ആ ക്വസ്റ്റ്യന്റെ തേർഡ് വൺ എന്താ പറഞ്ഞുള്ളത്? കോ ഇൻസിഡന്റ് ലൈൻ കണ്ടുപിടിക്കാനാണ്. 2x + 3y - 8 = 0ന് കോഇൻസിഡന്റ് ആയിട്ടുള്ള ലൈനും കണ്ടുപിടിക്കാനാണ്. അപ്പൊ 2/a = 3/b = -8/c. ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ എന്താണ്? കോഇൻസിഡന്റ് ലൈൻസ് ആവും. നമുക്ക് ഈ വേരിയബിള് ABCXYZ എന്ത് വേരിയബിൾ വേണമെങ്കിലും എഴുതാട്ടോ. അതില് അല്ല, XYZ എഴുതാൻ പറ്റില്ല, കാരണം നമ്മളെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി XYZ ഉണ്ട്. PQR അങ്ങനെയൊക്കെ എഴുതാട്ടോ. അപ്പോ ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏറ്റവും എളുപ്പം ഈ ഇക്വേഷൻ ഇല്ലേ, ഈ ഇക്വേഷനെ ഏതെങ്കിലും ഒരു നമ്പർ ആയിട്ട് ഈക്വൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് നമുക്കൊരു 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 4x + 6y - 16 = 0. അപ്പൊ ഈ ലൈനും 2x + 3y - 8 = 0 എന്താവും? ഈ രണ്ട് ലൈൻസും കോ ഇൻസിഡന്റ് ആവും. ഇത് കോഇൻസിഡന്റ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. 2/4 = 3/6 = -8/-16. 2/4 എത്രയാ? 1/2 ഇതും 1/2 തന്നെ, ഇതും 1/2 തന്നെ. അപ്പൊ എന്താ, നമ്മൾ ഈ ആൻസർ കറക്റ്റ് ആണ്. അങ്ങനെ എപ്പോഴും നമ്മൾ ആൻസർ കറക്റ്റ് ആണോ എന്നൊന്ന് ലാസ്റ്റ് വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോ 2 ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല, വേറൊരു കോയിൻസിഡന്റ് ലൈൻ കിട്ടാന് മൾട്ടിപ്ലൈ ബൈ 3 ചെയ്ത് നോക്കാം. 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 2 × 3 എന്ന് പറയുമ്പോ 6x + 9y - 24 = 0. ഈ ലൈനും ഈ ലൈനായിട്ട് കോയിൻസിഡന്റ് ആവും. അങ്ങനെയാണ് 3 ടൈപ്പ് ഓഫ് ലൈൻസും കണ്ടുപിടിക്കുക. ഇവിടെ ഇന്റർസെക്റ്റിംഗ് ലൈൻസിന് എന്താ, ഈ റേഷ്യോ ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരരുത്. അങ്ങനെയുള്ള ഏത് വേരിയബിൾ വേണമെങ്കിലും നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി പാരലൽ ലൈൻസ് എന്താ, ഇത് രണ്ടും സെയിം ആവണം, പക്ഷെ ഇത് അതിനോട് സെയിം ആവാനും പാടില്ല. അപ്പൊ ഇത് രണ്ടും സെയിം ആവാൻ വേണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. ഈ രണ്ട് ഇപ്പൊ നമ്മള് ഇവിടെ കോയിൻസിഡന്റ് ലൈനിന് ചെയ്തില്ലേ, ഓരോ നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതുപോലെ ഈ രണ്ട് നമ്പേഴ്സിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു വേറൊരു നമ്പർ ഉണ്ടാക്കാം. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇത് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്രയും പോർഷന് മാത്രം ഇതിനിപ്പോ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? 4x + 3y 6y 4x + ഫുൾ ഇക്വേഷനെ മൾട്ടിപ്ലൈ ഇല്ല, ഇത്രയും പോർഷനെ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. 4x + 6y - 8 = 0. അതിനെ അങ്ങനെ തന്നെ വെക്കാം.
2x plus 3y minus 8 equal to 0 ആണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇത്രയും പോർഷനെ മാത്രം 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ എഴുതിയുള്ളത്. അപ്പോ ഇതിന്റെ റേഷ്യോ എന്താ വരാ? 2/4 ഈക്വൽ ടു 3/6 അല്ലേ? 2/4 എന്ന് പറഞ്ഞാൽ എത്ര? 1/2. ഇതെന്ന് പറയുന്നതും 1/2 തന്നെ. അപ്പൊ എന്താ, ഇത് രണ്ടും ഈക്വൽ ആണ്. ഇനി ഇവിടെ എന്താണ്? -8/-8. അതെന്ന് പറയുന്നത് എന്താ? 1 ആണ്, 1/1 ആണ്. മൈനസും പോയി 1/1 ആണ്. 1/2 നോട്ട് ഈക്വൽ ടു 1/1 ആണ്. അപ്പൊ എന്താ, ഇത് പാരലൽ ലൈൻസ് ആണ്.